രാവിലെ തന്നെ എഴുന്നേറ്റു റെഡി ആവാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ആൻഡ് 6 മണിക്കാണ് നമ്മളെ ബസ്. സോ 6 മണിയായപ്പോഴത്തേക്ക് ബസ്സിൽ കയറി. ആൻഡ് നോർമലി ഈ പാർട്ടിയുള്ള ഡേയ്സിൽ ബാക്കി സ്റ്റാഫ്സിനൊക്കെ ഓഫാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വർക്കിംഗ് ആയിരുന്നു. സോ ഞാൻ ഓഫീസിലെത്തിയതിന് ശേഷം ഓഫീസിൽ നിന്നാണ് പോകുക. എല്ലാ സ്റ്റാഫുകളും അങ്ങനെയാണ് കേട്ടോ. ഓഫീസിലെത്തിയതിന് ശേഷം അവിടുന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വെന്യൂലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ നമുക്കങ്ങോട്ട് പോവാം. അതിപ്പം ഓഫുള്ള സ്റ്റാഫ് ആണെങ്കിൽ പോലും അവർ ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വെന്യൂലോട്ട് പോകുക. എവിടെയാണ് ഈ വെന്യൂ എന്താണെന്നുള്ള ഐഡിയ ഒന്നും നമുക്കില്ല കേട്ടോ. സോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ് മൊറീഷ്യൻ ക്യുസീനാണോ അതോ ഇന്ത്യൻ ആണോ വോട്ടവോ നമുക്ക് അറിയത്തില്ലായിരുന്നില്ല. സോ അത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കൊളീഗ്സിൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇവിടെ അതൊക്കെ കുറച്ച് പ്രശ്നമാണ്. സോ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഓഫീസിലെത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എന്താണ് ഇവിടെ വെന്യൂ പോലും നമുക്കറിയില്ല. സോ എവിടേക്കാണ് നമ്മൾ പോകുന്നത്, എന്താണ് എന്ത് ക്യുസീനാണെന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. സോ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. സോ പ്രോപ്പറായിട്ട് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയത് കണ്ടപ്പം ഭയങ്കര ഹാപ്പി ആയത് മാത്രമല്ല അത്രയും ഉള്ളിൽ കയറി ഫുഡ് കഴിക്കാൻ അത്രയും എക്സൈറ്റഡും ആയിരുന്നു. ആൻഡ് അങ്ങനെ നമ്മളെല്ലാവരും ഉള്ളോട്ട് കടക്കുമായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ. സോ പതുക്കെ എല്ലാവരും ഉള്ളോട്ട് കടന്നു. ആൻഡ് ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്ക് തുടങ്ങി മെയിൻ കോഴ്സ് ഡെസേർട്ട് അടക്കം ഒത്തിരി ഡിഷസ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഇതെങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ പാർട്ടീസ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എംപ്ലോയി റിലേഷൻ കൂടി ഒന്ന് സ്ട്രോങ് ആവുമെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ പതുക്കെ ഉള്ളോട്ട് കയറി വെൽക്കം ഡ്രിങ്ക് എടുത്തായിരുന്നു. പക്ഷേ വെൽക്കം ഡ്രിങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം നമ്മുടെ നോർമൽ മിറിനേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ അതിനുള്ളിൽ കയറി ഒരു ഹോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്തതായിരുന്നു. അവിടെ എല്ലാവരും ഇരുന്നു. ആൻഡ് പിന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പാനിപ്പൂരിയാണ്. പാനിപ്പൂരി ചേട്ടൻ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഇവിടെ ഉള്ളവർക്ക് അതെങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ കഴിച്ചു. ആൻഡ് അതിനുശേഷം സ്റ്റാർട്ടറിലോട്ട് പോയി. ആൻഡ് നമുക്കൊരു ഫുൾ ഹോൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ ഇരുന്നു നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് റെഡിയാണ്. ഫസ്റ്റ് പാനിപ്പൂരി ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ടു ടേസ്റ്റി. ഒത്തിരി കഴിച്ചു. ആൻഡ് അതിനുശേഷം സ്റ്റാർട്ടർ വന്നു. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ പൊക്കോട ഉണ്ടായിരുന്നു. പിന്നെ പനീർ ടിക്ക ആൻഡ് ഫിഷ് തവ ഫ്രൈ, അഫ്ഗാനി ചിക്കൻ, പിന്നെ ചിക്കൻ ലോലിപോപ്പ്, പിന്നെ ഇതിനൊക്കെയുള്ള സോസും ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നത് ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അത് കൂടുതലായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു വീഡിയോ ഒന്നും എടുക്കുന്നത് ഞങ്ങളുടെ ഡയറക്ടർക്ക് വലിയ ഇഷ്ടമല്ല. സോ പുള്ളി നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പിന്നെ വെറുതെ സീനാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മെയിൻ കോഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. മട്ടൻ കറി ആൻഡ് ചോല ഭട്ടൂര, പിന്നെ ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാല, പപ്പടം, അച്ചാർ, തൈര് ആൻഡ് നമ്മുടെ കേരള പൊറോട്ട, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഡെസേർട്ട് വന്നിട്ടുണ്ടായിരുന്നത് രസ്മലായി ആയിരുന്നു. രസ്മലായും പിന്നെ ക്യാരറ്റ് ഹൽവ. ഞാൻ രസ്മലായി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡാൻസിങ് സെഷൻ ആയിരുന്നു. കുറച്ചധികം നേരം അവരെല്ലാവരും കൂടെ ഡാൻസ് കളിച്ചു. ഞാനും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഇവർ നമ്മുടെ ടൈപ്പ് ഓഫ് ഡാൻസ് അല്ല. ഇവരുടെ ഡാൻസ് ഡിഫറൻറ്റാണ്. ആൻഡ് ഇതിലൊക്കെ ഞാൻ ഇവരുടെ ഫേസൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാക്സിമം ഫേസ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇത് ഇഷ്ടമല്ല. ഇൻ കേസ് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുവാണെങ്കിൽ. സോ ഐ എം നോട്ട് അപ്ലോഡിങ് with their face, I'm hiding their face. And this was the end of our lunch party video, and I hope you like this. If you like, please share, subscribe and press that bell button.